ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചെറുപയർ കൊണ്ട് ഏത് സമയത്തും നമുക്ക് കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ചെറുപയറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിതാ നമ്മുടെ ഈ ചെറുപയറൊക്കെ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത ശേഷം 4 മണിക്കൂർ നേരം വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ചെറുപയറിലെ എക്സ്ട്രാ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ഇതുപോലത്തെ 3 ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാവേ. ഇത് അരച്ചെടുക്കാനായിട്ട് ഒരുപാട് വെള്ളമൊന്നും ചേർക്കരുതേ. നമുക്ക് എത്രത്തോളം വെള്ളം കുറച്ചിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റുമോ അത്രയും വെള്ളം കുറവായിട്ട് ഒഴിച്ചിട്ട് വേണം കേട്ടോ ഇത് അരച്ചെടുക്കാനായിട്ട്. എനിക്കിത് നല്ലപോലെ അരച്ചെടുക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് വേണ്ടി വന്നേ. ഇനിതാ നമ്മൾ ഈ അരച്ചെടുത്തിട്ടുള്ള ചെറുപയറിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവാണ് ഇട്ട് കൊടുക്കണത്. നിങ്ങളിതാ ഇതുപോലെ ചെറുപയർ അരച്ചെടുക്കണ നേരത്ത് ഇതിനെ വെച്ചും കുറച്ച് കൂടുതലായിട്ട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ ഈ സമയം കുറച്ച് കൂടുതലായിട്ട് കടലമാവ് ചേർത്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളിവിടെ തയ്യാറാക്കുന്നത് രാവിലെയോ വൈകിട്ടോ അങ്ങനെ ഏത് സമയത്തും നമുക്ക് കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു പലഹാരമാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് എടുക്കേണ്ടത് നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ ക്ലോത്ത് നനച്ചെടുത്തതാണേ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ചെറുപയറിൻ്റെ കൂട്ടാണ് ഇട്ട് കൊടുക്കണത്. മുഴുവനും വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുകയും കൂടെ ചെയ്യണേ. ഇനി 2 സൈഡിൽ നിന്നും എടുത്തിട്ട് ഇങ്ങനെയൊന്ന് കെട്ടിക്കൊടുക്കാം. ഇതിനിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് 1 കപ്പ് വെള്ളമാണ്. ഈ വെള്ളമൊക്കെ തിളച്ച് വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ചെറുപയറിൻ്റെ ആ ഒരു കൂട്ടില്ലേ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അത് കഴിഞ്ഞാൽ ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് 10 മിനിറ്റ് നേരം കൂടെ നല്ലപോലെ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇതുപോലെ നമ്മുടെ ചെറുപയർ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തന്നെ വേവിച്ചെടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ഒരു മാവ് ഇഡ്ഡലി തട്ടിൽ ഒഴിച്ചു കൊടുത്തോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിൽ ഏതെങ്കിലും ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടോ ഒക്കെ ആവിയിൽ വേവിച്ചെടുക്കാനും പറ്റുവേ. നമുക്ക് ഏതാണ് എളുപ്പം അതുപോലെ ചെയ്യാം. നമ്മുടെ ചെറുപയറൊക്കെ നന്നായി തന്നെ വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. ഇതാ നമ്മൾ ഈ ചെറുപയറൊക്കെ വേവിച്ചെടുത്തിട്ടുള്ള ഈ ഒരു വെള്ളമല്ലേ ഇത് കളയണ്ട കേട്ടോ. ഇത് നമുക്ക് കറികളൊക്കെ വെക്കുമ്പോൾ ഉപയോഗിക്കാനായിട്ട് പറ്റുവേ. ഇനി ഇതിൻ്റെ ചൂടയ്ക്കൊന്ന് പോയിട്ട് നമുക്ക് കൈകൊണ്ട് പിടിക്കാനായിട്ട് പറ്റണ പാകാകണ സമയത്ത് നമുക്കിത് തുറന്നിട്ടെടുക്കാം. ഇനിതാ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ടൊന്ന് മുറിച്ചിട്ട് കൂടെ എടുക്കണേ. ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെയും കഴിക്കാം. പക്ഷേ ഇങ്ങനെ കഴിക്കുന്നതിലും ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കടുകൊക്കെ പൊട്ടിച്ചിട്ട് കഴിക്കുമ്പോഴാണ്. ഇതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. ജീരകത്തിൻ്റെ ടേസ്റ്റൊന്നും ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഉണക്കമുളക് ചതച്ചതും 1/4 ടീസ്പൂൺ കായപ്പൊടിയും 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളും കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്തിട്ട് 30 സെക്കൻഡ് നേരം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിതാ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ചെറുപയറിൻ്റെ പീസസ് ഓരോന്നായി വെച്ച് കൊടുത്തിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് മൊരിയിച്ചിട്ടെടുക്കാം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാനായിട്ട് പറ്റുവേ. 2 സൈഡും നന്നായിട്ടൊന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാ നമ്മൾ മൊരിയിച്ചെടുക്കണ കൊണ്ട് തന്നെ കഴിക്കാനായിട്ടും നല്ല രുചിയാണ്. കൂടുതലായിട്ടും നമ്മൾ ചെറുപയർ കൊണ്ട് കറിയൊക്കെയല്ലേ വെക്കുക. ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ. നമ്മുടെ ചാനലിൽ വെറൈറ്റി ആയിട്ടുള്ള കുറേ നല്ല റെസിപ്പീസ് ഉണ്ട് കേട്ടോ. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്